ഹായ്, എൻ്റെ പേര് പാർവതി. ഞാൻ മാത്യുഫിലസ് ട്രെയിനിങ് കോളേജിൽ ബി.എഡും എം.എഡും ചെയ്തിട്ടുണ്ട്. എം.എഡ് ഞാൻ ഈ ഒരു 2022-2024 ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ആക്ച്വലി ഞാൻ ബി.എഡ് കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്കൊരു 1 ഇയർ ഞാൻ കാർമലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എം.എഡിലോട്ട് വന്നത്. കാരണം ഞാൻ കാർമലിൽ വർക്ക് ചെയ്ത സമയത്താണ് അവിടുത്തെ ടീച്ചേഴ്സ് കുറേ പേര് പറഞ്ഞു ഇങ്ങനെ ഹയർ സ്റ്റഡീസും കൂടെ നോക്കാത്ത എന്തായിരുന്നു. കാരണം ഓൾറെഡി ബി.എഡ് എടുത്തു. അപ്പം ഇപ്പം ലൈക്ക് ഈവൻ ഏത് ജോലിക്ക് പോയാലും ലൈക്ക് ടീച്ചിങ് ഏത് ജോലിക്ക് പോയാലും അവർ എം.എഡ് മിക്കവാറും ചോദിക്കാറുണ്ട്. സോ അവരുടെ ഒരു ക്രൈറ്റീരിയയിൽ എം.എഡ് എന്ന് പറയുന്നൊരു ഭാഗം തന്നെ ഉണ്ടാകാറുണ്ട് ഇൻ്റർവ്യൂ ബോർഡിൽ. സോ നമ്മളിപ്പോൾ ഒരു എക്സ്ട്രാ ക്വാളിഫിക്കേഷൻ നമ്മളിപ്പോൾ എടുക്കുന്നതുകൊണ്ട് നമുക്കൊരു വേറൊരു പ്രശ്നം അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഇപ്പോൾ ടീച്ചേഴ്സ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടൊരു ഹയർ സ്റ്റഡീസിലോട്ട് പോയിക്കൂടെ, ആഫ്റ്റർ ബി.എഡ് ഒരു എം.എഡും കൂടെ എടുത്തൂടെ എന്ന് പല ടീച്ചേഴ്സ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ അതിന് ശേഷമാണ് ഞാൻ എൻ്റെ സാറിനോട് ഞാൻ ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. കാരണം എൻ്റെ പി ജി പഠിപ്പിച്ച സാറിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സാറും പറഞ്ഞു ലൈക്ക് ആഫ്റ്റർ എന്തായാലും ഒരു ബി.എഡ് എടുത്തു, അപ്പോൾ അതിനും ശേഷം ഒരു എം.എഡും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിഫിക്കേഷനിലും ഒരു ഹയർ സ്റ്റേറ്റസ് ഉണ്ടാകുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്കൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി കുറച്ചും കൂടെ പ്രൊവൈഡഡ് ആകും എന്നാണ് സാറും പറഞ്ഞത്. സോ അങ്ങനെ ഞാൻ എം.എഡ് ജോയിൻ ചെയ്തു. ആദ്യം കുറച്ച് ഇത്തിരി പാടായിരുന്നു. ലൈക്ക് ആ ഒരു 1 ഇയർ കഴിഞ്ഞ് നമ്മൾ ഒന്നും കൂടെ പഠിക്കാനായിട്ട് കയറുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മടി കാണും. പക്ഷെ എന്നാലും എം.എഡ് ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമുക്കൊരു കുറച്ചും കൂടി നമ്മളൊന്ന് സിസ്റ്റമാറ്റിക് ആയത്. ലൈക്ക് ബി.എഡിനേക്കാളും കുറച്ചും കൂടെ നമ്മളൊന്നും കൂടെ മോൾഡ് ആയിട്ടുണ്ടായിരുന്നു. കാരണം പല പ്രോജക്ട്സ് ആണെങ്കിലും പല അസൈൻമെൻറ്റ്സ് ആണെങ്കിലും പിന്നെ കൂടുതലും നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ വിസിറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ നമുക്ക് ആ ഉള്ള ഒരു നമുക്ക് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പോയി ഒന്ന് കൊളാബറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് അവരുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്ത് സംസാരിച്ച് പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കോണ്ടാക്ട്സും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഏതൊക്കെ ഫീൽഡിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും എന്ന് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടിയത് എം.എഡ് വന്നതിന് ശേഷമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഏത് സ്കൂളിൽ ഇൻ്റർവ്യൂ ബോർഡിൽ പോയാലും നമ്മൾ ഒരു ഫുള്ളി പാക്ഡ് അല്ലെങ്കിൽ ഒരു ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ട് പോകുന്ന രീതിയിൽ തന്നെ നമുക്ക് പോകാൻ സാധിക്കും. കാരണം എനിക്ക് ഇവിടെ നിന്നുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രഘു സാറ്, പിന്നെ രാകേഷ് സാർ, രശ്മി ടീച്ചർ, ഇവരെല്ലാവരും നമ്മളെ പഠിപ്പിക്കാൻ മാത്രമല്ലായിരുന്നു ലൈക്ക് എങ്ങനൊരു ഇൻ്റർവ്യൂ ബോർഡ് അല്ലെങ്കിൽ എങ്ങനൊരു ഇൻ്റർവ്യൂ നമ്മൾ അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ ഓരോ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം, അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ത്രൂ എം.എഡ്. സോ ലൈക്ക് സിലബസ് മാത്രം കവറിങ് അല്ലായിരുന്നു, ദ ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു സ്റ്റുഡൻറ്റ് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് തന്നെ നമുക്ക് പറയാമായിരുന്നു ഒരു എം.എഡ് കോഴ്സ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് അങ്ങനെ ആയിരുന്നു. സോ എം.എഡ് ജോയിൻ ചെയ്തു. പിന്നെ ഞാൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ഇയറിലായിരുന്നു എൻ്റെ മാരേജ്. സെക്കൻഡ് ഇയറിൽ ഞാൻ കൺസീവ് ആയ സമയത്താണെങ്കിലും ലൈക്ക് ഈ കോളേജിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട് ഒരു ഭയങ്കര സപ്പോർട്ട് തന്നെയായിരുന്നു. കാരണം എനിക്ക് ഒരുപാട് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സോ ലൈക്ക് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഐ കുഡ് കംപ്ലീറ്റ് മൈ എം.എഡ് പ്രോഗ്രാം. അതാണ് ഏറ്റവും ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്. സോ അതെന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. പിന്നെ അറ്റ് ദ സെയിം ടൈം എൻ്റെ ഫാമിലി സപ്പോർട്ടും ഉണ്ടായിരുന്നു. സോ കോളേജ് സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു വലിയ ഫാക്ടർ തന്നെയായിരുന്നു ആ ഒരു സമയത്ത്. കാരണം നമുക്ക് പല സമയം നമുക്ക് ലീവ് എടുക്കേണ്ടതുണ്ടായിരുന്നു, പിന്നെ നമുക്ക് വന്നിട്ട് ചിലപ്പോൾ പോകേണ്ടത് വരുമായിരുന്നു. സോ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുമ്പോഴും ഇവിടെ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരുന്നു. ആൻഡ് എല്ലാ രീതിയിലും സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് എം.എഡ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ പിന്നെ ബാക്കി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കി എല്ലാ സ്കൂൾസിലും. കാരണം എനിക്ക് ഉടനെ എല്ലാ കോളേജിലും എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ സ്കൂൾസിൽ ഞാൻ ആദ്യം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ സ്കൂൾസിലെ എല്ലാ ഇൻ്റർവ്യൂസിനും ഞാൻ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഞാനിപ്പോൾ ലോയല സ്കൂളിൽ ഞാൻ ജോയിൻ ചെയ്തിരിക്കുകയാണ്. സോ എം.എഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു എല്ലാവർക്കും ആദ്യം. പക്ഷേ അങ്ങനെയൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ജോലി കിട്ടുന്നുണ്ടായിരുന്നു. കാരണം ഈവൻ ബി.എഡ് കഴിഞ്ഞവർക്ക് തന്നെ ചിലപ്പോൾ ഓപ്പർച്യൂണിറ്റി അവിടെ കുറവായിരുന്നു. പക്ഷേ എനിക്കൊരു പ്ലസ് ക്രൈറ്റീരിയ എം.എഡ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനൊരു പോസിറ്റീവ് പോയിന്റ് തന്നെയായിരുന്നു ഇൻ്റർവ്യൂ ബോർഡിൽ പോയപ്പോൾ. സോ ഇറ്റ്സ് ബെറ്റർ ടു ടേക്ക് എം.എഡ്. ലൈക്ക് ബി.എഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അതിനൊരു സപ്പോർട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വി ഷുഡ് ലൈക്ക് ഒബ്വിയസ്ലി ഗോ ഫോർ ദ മാസ്റ്റേഴ്സ് ഡിഗ്രി. കാരണം അത് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. പല രീതിയിൽ നമുക്കത് ഹെൽപ്ഫുൾ ആണ് നമ്മുടെ ലൈഫിൽ. നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷേ ലേറ്റർ ഓൺ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ഒരുപാട് കിട്ടുന്നതായിരിക്കും. So thank you for this opportunity to give an idea about the M.Ed program. So
സോ ഐ ഹോപ്പ് എല്ലാവരും എം എൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യും. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യു ഓൾ.